ഹായ് ഡിയേഴ്സ്, ഞാൻ പ്രീത. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ വരട്ടിയതാണ്. അതിന് ഞാൻ 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി മാറിനേറ്റ് ചെയ്ത് 10 മിനിറ്റോളം ഫ്രീസറിൽ വെക്കുകയാണ്. അതിനുശേഷം ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തു. അതിൽ 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഇഞ്ചി, കുറച്ച് കൂടുതൽ വെളുത്തുള്ളി, പിന്നെ എടുക്കുന്നത് മുരിങ്ങ ഇലയാണ്. തണ്ടോട് കൂടിയുള്ള മുരിങ്ങ ഇലയാണ് ഞാൻ എടുക്കുന്നത്. നന്നായി അരച്ചെടുക്കുകയാണ്. അതിനുശേഷം ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചു. അതിൽ സവാള ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്തു. ഇനി നന്നായി വഴറ്റിയെടുക്കണം. സവാള അത്യാവശ്യം വഴറ്റിയെടുത്തതിന് ശേഷം നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ച അരവ് ഇതിൽ ചേർത്തു. ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നന്നായി വഴറ്റിയ ശേഷം 1 സ്പൂണ് ഗരം മസാല, 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് ക്രഷ്ഡ് കുരുമുളക് ഞാൻ ആഡ് ചെയ്തു. ഒന്ന് വഴറ്റിയ ശേഷം നേരത്തെ മാറിനേറ്റ് ചെയ്ത ചിക്കൻ ഞാനിതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. കൂടെ മിക്സിയുടെ ജാറിൽ ഇത്തിരി വെള്ളമൊഴിച്ച് അതും കൂടി ആഡ് ചെയ്തു. ഇത്തിരി വെള്ളം മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. കാരണം ചിക്കൻ വേവുമ്പോൾ ഇത്തിരിയും കൂടി വെള്ളം തെളിഞ്ഞ് വരുന്നതായിരിക്കും. കണ്ടില്ലേ, വെള്ളം ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിൽ ഏതാണ്ട് അരമണിക്കൂറിലധികം വേവിച്ചിട്ടാണ് എടുത്തത്. ലോ ഫ്ലെയിമിലാവുമ്പോൾ വെള്ളം നന്നായി തെളിഞ്ഞ് വരും. കൂടുതൽ തെളിഞ്ഞ് വരുമ്പോൾ ഇടയ്ക്ക് ഹൈ ഫ്ലെയിം ആക്കിയാൽ മതി. അപ്പോൾ നന്നായി വഴറ്റിക്കൊണ്ടിരിക്കണം ഇടയ്ക്ക്. അപ്പോൾ ഏതാണ്ട് വെള്ളമൊക്കെ ഡ്രൈ ആയി വരുന്നുണ്ട്. മുരിങ്ങയിലയൊക്കെ നന്നായി ചേർത്തത് കാരണം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ ഈ ചിക്കന് നന്നായി പിടിച്ചിട്ടുണ്ട്. ചിക്കൻ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റിയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈമിൽ കാണാം. ഓക്കെ, ബൈ.